ഹലോ നമസ്കാരം, ദീക്ഷിതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അനന്തപുരി പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പെറ്റ് ആൻഡ് അക്വാ ഷോ കാണാനാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മോൺസ്റ്റർ ഫിഷുകളിലെ സുന്ദരന്മാരായ അരോണകളെയാണ് കേട്ടോ. ഇതിന് ലക്കി ഫിഷ് അല്ലെങ്കിൽ ഭാഗ്യ മത്സ്യം എന്നൊക്കെ പറയും. അതിൽ തന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 24 ക്യാരറ്റ് ഗോൾഡൻ അരോണയാണ്. നിങ്ങൾക്ക് അരോണ ഫിഷിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർഡിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ആർക്കും വളരെ എളുപ്പം വളർത്താൻ പറ്റിയ ഒരു മോൺസ്റ്റർ ഫിഷായ ജെയിൻറ്റ് ഗൊരാമീനെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈവ് ഫീഡിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ചേമ്പല, അതുപോലെ തന്നെ ക്യാരറ്റ് എന്നിവയൊക്കെയാണ്. അടുത്തതും ഒരു മോൺസ്റ്റർ ഫിഷ് തന്നെയാണ്. ഇതാണ് ആൽബൈനോ പാക്കു. ഇതാണ് പാക്കുവിൻ്റെ നോർമൽ വെറൈറ്റി. നമ്മൾ റെഡ് ബെല്ലി എന്നൊക്കെ പറയും. ഇത് ഒരു പെയർ ഫയർ റെഡ് ഓസ്കർ ഫിഷസ് ആണ്. ഈ ഓസ്കർ മത്സ്യങ്ങളെ പോലെ മനുഷ്യനുമായിട്ട് ഇണങ്ങുന്ന വേറെ ഒരു മീൻ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഓസ്കർ മത്സ്യങ്ങളെ അറിയപ്പെടുന്നത് തന്നെ റിവർ ഡോഗ് എന്നാണ്. ഈ കാണുന്ന സക്കർ ഫിഷുകളുടെ വലിപ്പം നോക്കിക്കേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സക്കർ ഫിഷുകളെ കാണുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഷുഗർ ഗ്ലൈഡറിനെയാണ്. ഈ ഷുഗർ ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സ്വദേശികളാണ്. നല്ലതുപോലെ ടൈം ചെയ്ത് വളർത്താൻ പറ്റിയൊരു പെറ്റാണ് കേട്ടോ ഈ ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്നത്. ഇത് ആൽബൈനോ ഫെററ്റ്. ആശ നല്ല ഉറക്കത്തിലാണ്. കണ്ടില്ലേ, മലന്ന് കിടന്നുറങ്ങുകയാണ് കേട്ടോ. അടുത്തായിട്ടുള്ളത് കുറച്ച് പേർഷ്യൻ ക്യാറ്റ്സ് ആണ്. പൂച്ചകളെ ഇഷ്ടപ്പെടാത്തവരായാറുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയത് നിങ്ങളെ കാണാനായിട്ട്. ഈ എക്സ്ട്രീം പഞ്ച് പേർഷ്യൻ ക്യാറ്റിനെ കാണാനൊരു ഭീകരനാണെങ്കിലും ആള് വെറും പാവമാണ് കേട്ടോ. അടുത്തത് കുറച്ച് പ്രാവകളാണ്. നമുക്ക് ഓരോന്നിനായിട്ട് കാണാം. ഇതൊരു പെയർ അമേരിക്കൻ ഹോമറാണ്. ഇത് ആൽബൈനോ റിംഗ് ഡവ്. ഇതൊരു പെയർ മുദീനയാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഈ പ്രാവുകൾക്ക്. ഇത് കിങ്ങിൻ്റെ റെഡ് കളറാണ്. അടുത്തതായിട്ട് ഒരു വൈറ്റ് ഫാൻറ്റെയിലാണ്. എന്ത് സൂപ്പറാന്ന് നോക്കിയാൽ കാണാനായിട്ട്. നല്ല ടെയിൽ ഹോൾഡിംഗ് ഒക്കെ ഉള്ളൊരു പ്രാവാണ് കേട്ടോ ഇത്. ഇത് ഒരു പെയർ വൈറ്റ് കിങ് ആണ്. ഇത് റേസിംഗ് ഹോമേഴ്സ് ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കുറച്ച് ഫാൻറ്റെയിൽസിനാണ്. ഇത് ചൈനീസ് ഔളിൻ്റെ ഒരു പെയറാണ്. ഒരു ബ്ലാക്കും ഒരു റെഡും. എന്ത് ക്യൂട്ടാന്ന് നോക്കിയത് ചൈനീസ് ഔളിനെ കാണാനായിട്ട്.
അടുത്തതും ഒരു പെയർ ഫാൻറ്റെയിൽസ് ആണ്. ഇത് 2 മുദിന പീജൻസും ഒരു ഫ്രിൽ ബാക്ക് പീജനുമാണ്. ഇത് ഒരു കാലത്ത് നല്ല ഹിറ്റായി നിന്ന മുഖിപ്രാവുകളാണ്. അടുത്തതായിട്ട് ഒരു പേര് 2 പീജൻസ് ആണ്. അത്യാവശ്യം നല്ല നീളമുള്ളൊരു പ്രാവ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് 2 പീജൻസ് എന്ന് പറയുന്നത് നല്ല നീളമുണ്ട് ഇതിന്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഓസ്ട്രേലിയൻ വൈറ്റ് പീജൻസിനെയാണ്. ഇത് ഹംഗേറിയൻ എന്നൊരു വെറൈറ്റി പ്രാവാണ്. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നല്ല ക്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കാലിൽ ബൂട്ട്സും ഉണ്ട്. ഇത് ഫ്രഞ്ച് മൊണ്ടൈൻ എന്നുള്ളൊരു പ്രാവ് വെറൈറ്റി ആണ്. ഇതൊരു പെയർ ജാക്കോബിൻസ് ആണ്. ഇത് റെഡ് കളർ ബർപ്പനാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ റെഡ് എന്നൊക്കെ പറയും. ഈ കാണുന്നത് ബ്യൂട്ടി ഹോമസ് ആണ്. ഇത് ബർപ്പൻ്റെ തന്നെ വേറൊരു കളറാണ്. ഇതിനെ പറയുന്നത് ഓസ്ട്രേലിയൻ ബിസ്ക്കറ്റ് എന്നാണ്. അടുത്തതായിട്ട് 2 പ്യൂർ ബ്ലാക്ക് കളർ ഫാൻറ്റെയിൽസിനെയാണ് നമ്മൾ കാണുന്നത്. ഇത് 2 ലാഹോറി മിക്സ് പീജൻസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് 2 ടെയിൽ മാർക്ക് ഫാൻറ്റെയിൽസിനെയാണ്. ഈ 2 പ്രാവുകൾക്കും ക്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ടെയിലിൽ മാർക്കിങ്സും ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടെയിൽ മാർക്ക് ഫാൻറ്റെയിൽസിനെ കാണാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ചൈനീസ് ഔൾ പ്രാവുകളെയാണ്. അതിൽ തന്നെ നല്ല തൂവുള്ള കടലുള്ള ചൈനീസ് ഔൾ പ്രാവുകളാണിത്. ഇതാ വീണ്ടും ഒരു തൂവുള്ള ഫാൻറ്റെയിൽ. ഇനി കുറച്ച് ഫാൻസി കോഴികളെ കാണാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് മോട്ടിൽഡ് ബാൻറ്റം എന്നുള്ളൊരു വെറൈറ്റിയാണ്. ഇത് പോളിഷ് ക്യാപ്പ് എന്നുള്ളൊരു വെറൈറ്റിയാണ്. ഈ പോളിഷ് ക്യാപ്പ് ചിക്കനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഇതിൻ്റെ തലയിലുള്ള ആ ഒരു ഫെതേഴ്സും പിന്നെ ഇതിൻ്റെ ഈ കളറും, ഇത് പല കളേഴ്സിലും ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കളറിലെ പോളിഷ് ക്യാപ്പിനെയാണ്. നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ പാർട്രിഡ്ജ് ബ്രഹ്മയാണ്. ഇത് ബ്രഹ്മയുടെ തന്നെ വേറൊരു കളർ വെറൈറ്റി ആണ് കേട്ടോ. സാധാരണ നമ്മൾ വെള്ള ബ്രഹ്മയെ മാത്രമേ കണ്ടു കാണത്തുള്ളൂ. ഇത് ബ്ലൂ പാർട്രിഡ്ജ് ബ്രഹ്മ എന്നുള്ളൊരു വെറൈറ്റി ചിക്കനാണ്. അടുത്തതായിട്ട് ഓപ്രിങ്ടൺ ചിക്കൻ എന്നുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കൊളംബിയൻ ബ്രഹ്മയാണ്.
അടുത്തതായിട്ട് ഇനി നമുക്ക് കുറച്ച് ഫെസൻസിനെ കാണാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സിൽവർ ഫെസൻറ്റിനെയാണ്. ഇതായി വെള്ള നിറത്തിലുള്ളതാണ് സിൽവർ ഫെസൻറ്റിൻ്റെ മെയില്, മറ്റേതാണ് ഫീമെയിൽ. അടുത്തതായിട്ട് യെല്ലോ ഗോൾഡൻ ഫെസൻറ്റ്. ഇതായി ഈ കാണുന്നത് റിംഗ് നെക്ക് ഫെസന്റ് ആണ്. ഇത് ബ്ലൂ ലേഡി ഫെസന്റ്. നെക്സ്റ്റ് വൺ ഗോൾഡൻ ഫെസന്റ്. ഇതാ ഈ കാണുന്നത് ഒരു ഇഗ്വാനയാണ്. ഇത് രണ്ട് ഹെഡ് ജോഗ്സ് ആണ്. അതിനകത്ത് തന്നെ ആൽബിനോ ഹെഡ് ജോഗ്സ് ആണിത്. എന്ത് ഭംഗിയാ നോക്കി ഈ ഹെഡ് ജോഗ്സിനെ കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫിഞ്ചസിനെയും അതുപോലെ തന്നെ കുറച്ച് പാരറ്റ്സിനെയും കാണാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ബംഗാളി ഫിഞ്ചസ് ആണ്. തുടക്കക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബേർഡായ ബഡ്ജീസ് അല്ലെങ്കിൽ ലവ് ബേർഡ്സിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സെനഗൽ പാരറ്റ്. ഇത് ഡയമണ്ട് ഡവ്. ഇത് സൺകോണിയൂർ ആണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിനെ കാണാനായിട്ട്. ഇതിൻ്റെ ആ യെല്ലോ, റെഡ് അതുപോലെ തന്നെ ഗ്രീൻ കളേഴ്സിൻ്റെ ആ കോമ്പിനേഷൻ നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. ഇത് കുറച്ച് പീച്ച് ഫേസ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ഇത് ഒരു പേര് ക്രിംസൺ ബെല്ലീഡ് കൊണൂർ. ഇതൊരു 3 വെറൈറ്റീസ് ഓഫ് ഫിഞ്ചസ് ആണ്. ഇത് ഒരു പേര് ലൂട്ടിനോ ഫിഷർ. മാസ്ക് ആഫ്രിക്കൻ ലവ് ബേർഡ്. എൻ്റെ ഫേവറേറ്റ് ബേർഡ് ലൂട്ടിനോ പീച്ച്. ഇത് രണ്ട് ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈൻസ് ആണ്. മാവോ പീച്ച്. ഇത് രണ്ട് പാരലറ്റ്സ് ആണ്. അതിനകത്ത് തന്നെ ബ്ലൂ മ്യൂട്ടേഷൻ. ഹെലികോപ്റ്റർ ബഡ്ജീസ്. ജംബോ സീബ്ര ഫിഞ്ച്. ഗ്രീൻ പാരലറ്റ്.
ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, ഇത് കുറച്ച് സ്മോൾ കോണിയൂസ് ആണ്. സൺ കോണിയൂർ, ഇത് കോണിയൂറിലെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതാണ് നന്ദൈ കോണിയൂർ. ഇത് 2 ജേബിൾസ് ആണ്. ജെൻഡൈ കൊന്യൂർ, ഗ്രേ കൊക്കറ്റെയിൽ. ഇത് 2 ബ്ലൂ പീച്ച് ഫേസും ഒരു ബ്ലൂ ഫിഷറും. വയലറ്റ് മാസ്ക്, പേൾ കൊക്കറ്റെയിൽ, വയലറ്റ് ഫിഷർ, ഗ്രീൻ ഫിഷർ, ഇതൊരു ഫിഷർ പൈഡ് ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ്. ഇത് 2 ഫിഷർ ഓപ്ലൈൻസ് ആണ്. നല്ലതുപോലെ ടൈം ചെയ്ത് വളർത്താൻ പറ്റിയൊരു പാരറ്റാണ് ഈ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല ടോക്കറ്റീവ് ആണ്, അത്യാവശ്യം നല്ലതായിട്ട് സംസാരിക്കും. ഈ ഒരു കേജിൽ സ്മോൾ കോണിയൂസിൻ്റെ ഒട്ടുമിക്ക കളർ മ്യൂട്ടേഷൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതായി സൺ കോണിയൂസ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. പിന്നെ ഇത് നന്ദൈ കോണിയൂർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ദിക്ഷിത് വിജയമോഹൻ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.